ആ നിസ്കാരത്തിന് ഹബീബായ തങ്ങൾ കൊടുത്ത മഹത്വം എത്രയാണ്, തങ്ങൾ കൊടുത്ത മഹത്വം എത്രയാണ്. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലൂടെ നടന്നു പോകുമ്പോൾ ഖുറൈശിയിലുള്ള ശത്രുക്കൾ വന്നുകൊണ്ട് ഹബീബായ തങ്ങളെ ആക്രമിക്കുകയാണ്, വല്ലാതെ ആക്രമിക്കുന്നു. ഹബീബായ തങ്ങളുടെ കാൽപാദങ്ങൾക്കിടയിലൂടെ രക്തം പൊട്ടിയൊലിക്കാൻ തുടങ്ങി. അതേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാ നന്മകളും കാണിച്ചു കൊടുത്തിട്ടും, എല്ലാ നല്ല ജീവിതത്തിന്റെ പാതകൾ അവർക്ക് തുറന്നിട്ട് കൊടുത്തിട്ടും അതെല്ലാം വിശ്വസിക്കാതെ, അത് അംഗീകരിക്കാതെ അവിടെ ജീവിക്കുന്ന ആ മക്കയിലെ ത്വായിഫിലുള്ള ജനങ്ങൾ പുന്നാര നബി തങ്ങളെ കാലിന്മേൽ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് അവിടുത്തെ കാൽപാദങ്ങളിൽ ചോര ഒഴുകി വരുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവിടുന്ന് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് ചോദിച്ചു, ഓ നബിയേ, അങ്ങേനും സമ്മതം തന്നാൽ അതെ ഈ ജനതയെ മൊത്തം ഞാൻ നശിപ്പിച്ചു കളയാം നബിയേ. അപ്പൊ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഓ ജിബ്രീലേ, അവരുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും ഒരാളെങ്കിലും നന്നായാൽ, ആരെങ്കിലും ഒരാള് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ എന്റെ ഉമ്മത്തിൽ നിന്നും ഒരാളെങ്കിലും രക്ഷപ്പെടുന്നതാണ് എനിക്കിഷ്ടം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അല്ലാഹുവേ എന്റെ ഈ ജനതക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, ഈ ജനതക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്നാൽ എന്റെ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കണം, അള്ളാന്റെ ഹബീബ് മക്കാ മസ്ജിദിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത്, അതേ അവിടുന്ന് സുജൂദിലായ സമയത്ത് ഖുറൈശികളിലെ കിങ്കരന്മാര് വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി അവിടുത്തെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലകൾ ചാർത്തിയപ്പോൾ, അതേ നിസ്കരിക്കുന്ന സമയത്ത്, സുജൂദിലായിരിക്കുന്ന സമയത്ത്, ആ നിസ്കാരത്തിലായിരിക്കെ ഒട്ടകത്തിന്റെ കുടൽമാലകൾ നബി തങ്ങളിലേക്ക് ചാർത്തിയ നിമിഷം, നബി തങ്ങളുടെ കഴുത്തിൽ ഇട്ട സമയത്ത്, അതേ ഫാത്തിമ ബീബി ആക്രോശിച്ച സമയമില്ലേ, മക്കയിലെ ഖുറൈശികളിലെ നേതാക്കന്മാരോട് ഫാത്തിമ ബീബി പോലും സങ്കടപ്പെട്ടുകൊണ്ട് ആക്രോശിച്ച ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് ആ സുജൂദിൽ കിടക്കുമ്പോൾ, അതേ നിസ്കാരത്തിലായിരിക്കെ കുട്ടകത്തിന്റെ കുടൽമാലകൾ കഴുത്തിലിട്ട സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, യജമാനനായ റബ്ബേ, ഈ ഖുറൈശികളെ നീ നശിപ്പിക്കണമേ. ഞാൻ നിസ്കരിക്കുന്ന സമയത്ത്, ഞാൻ നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിന്നിലേക്ക് മുന്നിട്ട് കൊണ്ടിരിക്കുമ്പോൾ എന്നെ പിയപ്പിക്കാൻ വേണ്ടി, എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്ന ഈ ജനതയെ നീ നശിപ്പിക്കണേ അല്ലാ. അവിടുന്നതാ ഹബീബായ തങ്ങള് ദുആ ചെയ്യുകയാണ്. നബി തങ്ങളെ ആക്രമിച്ചപ്പോഴൊന്നും നബി തങ്ങൾ ആ ജനതകൾക്കെതിരെ ദുആ ചെയ്തില്ല. എന്നാൽ മനസ്സിലാക്കണം നാം ഓരോരുത്തരും, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് നിസ്കാരത്തിലേക്ക് യജമാനനായ റബ്ബിലേക്ക് മുന്നിട്ടപ്പോൾ അവിടുന്ന് തടസ്സമായി നിന്ന ആ ഖുറൈശികൾക്കെതിരെ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. അതാണ് നിസ്കാരത്തിന്റെ പ്രത്യേകത, അതാണ് നിസ്കാരത്തിന്റെ ഗൗരവം. നാം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പോലും ആ നിസ്കാരത്തെ കുറിച്ച്, ആ നിസ്കാരത്തിലേക്ക് തടസ്സം വരുത്തിയവർക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനും നീയും നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മുനാഫിക്കായി പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്.
ബദർ രണാങ്കണത്തിൽ വെച്ച്, ബദറിൽ വെച്ച് കൊല്ലപ്പെട്ട അവരുടെ ചില നേതാക്കന്മാര് അതേ ബദറിലെ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ട്. ആ ബദറിൽ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട ഖുറൈശികളിലെ അക്രമികളായ ആളുകളെ കുറിച്ച് അതാ മഹാന്മാര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ആ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലേക്ക് ചാർത്തിയപ്പോൾ അവിടുന്ന് പേരെടുത്തു ദുആ ചെയ്ത, പേരെടുത്തുകൊണ്ട് നശിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ മുനാഫിക്കുകളായ, ആ കപടവിശ്വാസികളായ ആ ഖുറൈശികളിലെ അക്രമികളാണെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അതെ, അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ എത്ര ഗൗരവപരമായിട്ടാണ് ആ നിസ്കാരത്തിന്റെ പവിത്രതയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാം ഓരോരുത്തരും നമ്മുടെ ഒരു സഹോദരൻ നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ സഹോദരൻ സൽക്കരിക്കുമ്പോൾ നമ്മൾ ആ സൽക്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് ആ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വൈകിച്ചെന്നാൽ നമുക്ക് എത്ര മാനസികമായ ഒരു മ്ലാനത നമുക്ക് കൈവരും. അപ്പോൾ നമുക്ക് എത്ര മോശമായി കൊണ്ട് അദ്ദേഹത്തിനെ സമീപിക്കാൻ നമുക്ക് തോന്നും. അതുപോലെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹങ്ങളൊക്കെ നാം സ്വീകരിച്ചിട്ടും, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ചെയ്തിട്ട് ആ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കാഴ്ചവെക്കുമ്പോൾ, ആ യജമാനനായ റബ്ബിന്റെ സവിധത്തിലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ, നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി മുന്നിട്ടില്ലെങ്കിൽ, നമ്മൾ സൂക്ഷ്മതയോടെ കടന്നു ചെന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ മോശക്കാരായി തീരുമെന്നത് തീർച്ചയാണ്.